ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 നമ്മുടെ ജിൻഡോയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി അഭിഷേക് ജയദേവ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു ആരോപണം മുന്നേ പല മത്സരാർത്ഥികളും ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ അഭിഷേക് പറയുന്നത് ഇന്നലെ രാത്രി ജിൻഡോ തൻ്റെ തുടയിൽ 3 തവണ ഞെക്കി എന്നുള്ളൊരു ആരോപണമാണ് പറയുന്നത്. അത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ജിൻഡോ അതിനുള്ള മറുപടി എന്നോണം പറയുന്നത്, ഞാൻ 1 തവണ അർദ്ധബോധാവസ്ഥയിൽ ഞെക്കിയിരുന്നു, അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കി 2 തവണ ഞാൻ അറിഞ്ഞില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ജിൻഡോ സമ്മതിക്കുന്നുണ്ട്, താൻ അങ്ങനെ ഞെക്കിയിട്ടുണ്ട് എന്നത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നുള്ളത് ജിൻഡോയ്ക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ജിൻഡോ ഇക്കാര്യം അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ തീർച്ചയായും പ്രേക്ഷകർക്കും വിശ്വസിച്ചേ മതിയാവുള്ളൂ. കാരണം ജിൻഡോ സമ്മതിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെ ടച്ച് ചെയ്തു എന്നുള്ള കാര്യം ജിൻഡോ തന്നെ തുറന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണം മാത്രമല്ല, നമ്മുടെ DJ സിബിനൊക്കെ ഈ ഒരു വിഷയത്തിൽ പറയുന്നത് അഭിഷേക് ഒരു ഗേ ആണ്. അഭിഷേക് ഗേ ആണെന്നുള്ളത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ. അഭിഷേക് ഒരു ഗേ ആണ്, അതുകൊണ്ട് തന്നെ താൻ അറിയാതെയോ ജിൻഡോ അറിയാതെയോ അറിഞ്ഞിട്ടോ അങ്ങനെ തൊട്ടതാണെങ്കിൽ കൂടി അഭിഷേക് ഒരു ഗേ ആയതുകൊണ്ട് അദ്ദേഹം ആ ഒരു രീതിയിൽ മാത്രമേ ഇക്കാര്യം എടുക്കാൻ സാധ്യതയുള്ളൂ, അത് അങ്ങനെ മാത്രം കരുതിയാൽ മതി എന്നുള്ളതൊക്കെ DJ സിബിൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ജാസ്മിൻ ഈ ഒരു വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാടുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ജാസ്മിൻ പറയുന്നത് ഇത്രയധികം ക്യാമറ കണ്ണുകൾ എല്ലാ മത്സരാർത്ഥികളെയും, ഉറക്കത്തിലായിക്കോട്ടെ അല്ലാതെ പകലായിക്കോട്ടെയും ഇത്രയും ക്യാമറ കണ്ണുകൾ തങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരാളും ബോധപൂർവം അത്തരത്തിലൊരു കാര്യം ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ജിൻഡോ ചേട്ടൻ അറിയാതെ ചെയ്തതാവാനാണ് സാധ്യത, അല്ലാതെ ബോധപൂർവം ഒരിക്കലും ചെയ്തതാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം എന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ജാസ്മിൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ നന്ദന ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത്, നന്ദനയുടെ കയ്യിൽ ജിൻഡോ ഒരു ദിവസം തൊട്ടു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അഭിഷേക് പറയുന്നത് ജിൻഡോയോട്, അതായത് അഭിഷേകിനോട് അങ്ങോട്ട് മാറിക്കിടക്കാൻ ഞാൻ നന്ദനയുടെ അടുത്ത് കിടക്കാം എന്ന് ഒരു ദിവസം പറഞ്ഞിരുന്നു എന്നൊക്കെ ഇപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്. അപ്പോൾ നന്ദന തന്നെ പറയുന്നുണ്ട്, എന്നോട് ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം എന്നുള്ളൊരു ശക്തമായ നിലപാട് നന്ദനയും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം എന്ത് തന്നെ ആയാലും, ഇപ്പോൾ ജിൻഡോ അറിഞ്ഞിട്ടായിക്കോട്ടെ അറിയാതെ ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ജിൻഡോയുടെ ആ ഒരു ലെവൽ, ഒരു ഗ്രാഫ് താഴോട്ട് പോവാനാണ് സാധ്യത. പക്ഷേ പ്രേക്ഷകർക്കിടയിൽ നല്ല ഒരു ഓഡിയൻസ് സപ്പോർട്ട് ഉള്ള ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. കാരണം വൈൽഡ് കാർഡ് വരുന്ന ആ ഒരു സമയം വരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടന്റുകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ജിൻഡോയുടെ ലെവല് താഴോട്ട് പോകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. കാരണം പ്രേക്ഷകർക്ക് ഭിന്ന അഭിപ്രായം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തു തന്നെ ആയാലും പുറത്തു വരണം. കാരണം പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുന്നത് ജിൻഡോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്ന് പറയുന്നവരും ചെയ്തിട്ടുണ്ടാകില്ല എന്ന് പറയുന്ന പ്രേക്ഷകരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ വ്യക്തമായ ഒരു എവിഡൻസ് പുറത്ത് വരണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അല്ലാത്ത പക്ഷം ജിൻഡോയുടെ ഭാഗത്ത് ജിൻഡോയ്ക്ക് ബ്ലാക്ക് മാർക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അത് വോട്ടിങ്ങിനെ തന്നെ ബാധിക്കും. ഒരുപക്ഷെ ജിൻഡോയുടെ ഇനിയുള്ള ദിവസങ്ങളിലെ ആ ഒരു ഗെയിമിനെ തന്നെ അത് ബാധിക്കും. എന്തായാലും ജിൻഡോ ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനു മുൻപും പല മത്സരാർത്ഥികളും ജിൻഡോയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ജിൻഡോയ്ക്കെതിരെ വരുന്ന ഗുരുതരമായ ആരോപണം ഇതുതന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും.